കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അവള് മനസ്സിലൊന്നും വെച്ചിരിക്കില്ലാന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? അതുകൊണ്ടാ ഇന്ന് എല്ലാരുടെ മുമ്പിൽ വെച്ച് എന്റെ മാനവും കളഞ്ഞ് അവളുടെ പക തീർത്തത്. മുഖത്ത് നോക്കി കാര്യം പറയുകയാണെങ്കില് ഒരു കുഴപ്പം ഉണ്ടാവില്ല, പ്രശ്നം അവിടെ തീരുമായിരുന്നു. പക്ഷെ പുറത്ത് നല്ല ആളെ പോലെ അഭിനയിച്ച് മനസ്സിൽ പകയും കൊണ്ട് നടക്കുന്നവരെയാണ് സൂക്ഷിക്കേണ്ടത്. ഈ വസു അങ്ങനെയാ, എല്ലാവരെയും വളരെ നന്നായിട്ടാ പറ്റിക്കുന്നത്. ദേഷ്യത്തിൽ ഞാനൊന്ന് വഴക്ക് പറഞ്ഞുവെന്നും പറഞ്ഞ് അവൾ എന്നോടൊന്നും പറയാതെ പുറത്തുനിന്നുള്ള ആൾക്കാരെ കൊണ്ട് എന്നെ പറയിപ്പിക്കുക, എന്നെ അപമാനിച്ച് എന്റെ മാനം കളയുക. അങ്ങനെയല്ല ജയന്തി, നീ കാണുന്നതും കേൾക്കുന്നതും ഒന്നും സത്യമല്ല. ഏട്ടൻ ഇനി കൂടുതലൊന്നും പറയണ്ട. നല്ലതേതാ ചീത്ത ഏതാന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കൊച്ചുകുട്ടിയൊന്നുമല്ല ഞാൻ. ആരെങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവും. ആ വസുവിന് ശരിക്കും സ്വാർത്ഥതയുണ്ട്, അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി. അറിയാതെ പോലും അവളെ എന്റെ മുന്നിൽ വെച്ച് പുകഴ്ത്തരുത്. ഞാൻ ആരാണെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കാം. അവൾ ആരാണെന്ന് ഏട്ടനും മനസ്സിലാവും. എല്ലാവരുടെയും കണ്ണ് ഞാൻ തുറപ്പിക്കും. ഹലോ, എന്താടാ ഫോൺ വിളിച്ച നിനക്ക് എടുക്കാൻ അറിയില്ലേ? സോറി ചേട്ടാ, ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ വച്ചേക്കുമായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പൈസ എപ്പോ തരും? വേഗം തരാൻ ചേട്ടാ, എത്രയും പെട്ടെന്ന് തന്നെ. തരാന്ന് പറഞ്ഞിട്ട് തരുന്നില്ലല്ലോ, വീട്ടിലോട്ട് വരണോ? അയ്യോ വേണ്ട ചേട്ടാ, ഞാൻ തന്നെ കൊണ്ടുവന്ന് തന്നോളാം. അഖിൽ, ചേട്ടാ ഞാൻ ചേട്ടനെ തിരിച്ചു വിളിച്ചോളാം, ഒന്ന് വെയിറ്റ് ചെയ്യേ. എന്താ എടുത്തി? നീ ഫോണിൽ ആരോടാ സംസാരിക്കുന്നത്? അത് എടുത്തി, അത് പിന്നെ ഞാൻ അത് ദേ നോക്കി, ഏട്ടൻ വന്നു, പോയി ചോദിക്കുക എന്ത് വേണോന്ന്. ഏട്ടാ, കോഫി ചായ കൊണ്ടുവരട്ടെ? വേണ്ട, ആദ്യം കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുപോവാ. ഇതാ. എന്താ ചേട്ടാ ഇത്? ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞല്ലേ? പൈസ ചോദിച്ചപ്പോ നീ ഫോൺ വയ്ക്കുന്നോടാ? ചേട്ടന്റെ പണം എവിടെയും പോയിട്ടില്ല, ഇങ്ങനെ വെറുതെ വീണ്ടും വീണ്ടും വിളിക്കല്ലേ, വീട്ടിലെല്ലാവരും അറിയും, അതുകൊണ്ടാ. ഇത് പൈസ വാങ്ങുമ്പോ ആലോചിക്കണായിരുന്നു. ഫ്രണ്ടിന് വേണ്ടി ചെയ്തല്ലേ ചേട്ടാ, നിങ്ങളുടെ കാശ് ഉറപ്പായിട്ടും തന്നിരിക്കും, പ്ലീസ്. ഭാവനെ, അഖിൽ എന്ത് പറ്റി? അവനെന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ തോന്നുന്നു. അതാ ഏട്ടാ എനിക്കും മനസ്സിലാവാത്തത്. കുറെ സമയമായിട്ട് അവന് കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ വന്നോണ്ടിരിക്കുവോ. അഖിൽ നല്ല ടെൻഷനില്ല. എന്താടാ? ആരാടാ ഫോണില്? ഫ്രണ്ടാ ഏട്ടാ. നീ എന്താ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? അയ്യോ ഒന്നുമില്ല ഏട്ടാ, എനിക്കൊരു കുഴപ്പമില്ല.
ഇല്ലെങ്കിൽ നീ എന്തിനെങ്ങനെ വേർക്കുന്നേ? ഓ ഇത് പുറത്ത് ഭയങ്കര വെയിലല്ലേ ഏട്ടാ, അതുകൊണ്ടാ. എടാ, സമയം ഈവനിങ്ങാ, എന്നിട്ടാണോ വെയിലെന്നൊക്കെ പറയുന്നേ? ഈശ്വര, എന്തേലും പ്രശ്നമുണ്ടോടാ? അയ്യോ അങ്ങനെയൊന്നും യാതൊരു പ്രശ്നമില്ല ഏട്ടാ. പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ അഖിൽ. അയ്യോ അങ്ങനെയൊന്നും ഇല്ല ഏടത്തി. അഖിലിന്റെ സംസാരം കാണുമ്പോ എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട്. എനിക്ക് സംശയം തോന്നുന്നുണ്ട് ഭാവനെ. അവനിങ്ങനെ ടെൻഷനായിട്ട് കണ്ടിട്ടേ ഇല്ല. ഇന്നത്തെ ദിവസം എന്തോ ശരിയല്ല ഏട്ടാ. എന്തു പറ്റി ഭാവനെ? ഏട്ടൻ രാവിലെ ഓഫീസിൽ പോയതിനു ശേഷം വനജ ചേച്ചിയും സരസ്വതി ആന്റിയും വീട്ടിൽ വന്നായിരുന്നു. അതോ എന്റെ എഴുത്തി മരുമകളുടെ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നാണോ സംസാരിക്കുന്നത്? എന്താണോ എന്തോ ഈ വസു പറഞ്ഞുന്നാ ചിലരൊക്കെ പറയുന്നത്. ഈ ആഭരണങ്ങൾ നീ തന്നെ വെച്ചോളൂ. അങ്ങനെയൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അമ്മേ. ഈ ആഭരണങ്ങൾ എന്റെ കയ്യിലുണ്ടാവാൻ പാടില്ല. എന്നാൽ മോശമായിട്ട് എന്തെങ്കിലും സംസാരിച്ചാ ഞാനത് സഹിക്കില്ല. വസുവിന് അമ്മ ആഭരണം തിരികെ കൊടുത്തോ? അതെ ഏട്ടാ, ചെയ്യാത്ത കുറ്റത്തിന് വസു ബലിയാടായി. വസു എന്തിനങ്ങനെ പറയണമെന്ന് അമ്മ അല്പം പോലും ചിന്തിച്ചില്ലേ? എന്താന്ന് അറിയില്ല ഏട്ടാ, ഓരോ പ്രാവശ്യം അമ്മ വസുവിനെ തെറ്റിദ്ധരിക്കുകയോ ചെയ്യുന്നത്. ഇന്നലെ വസു ചെയ്ത കാര്യത്തിന് അമ്മ ഇനി സ്നേഹമായിട്ടിരിക്കുമെന്ന് ഞാൻ കരുതിയത്. പക്ഷെ രാവിലെ ആയപ്പോ തന്നെ ആ സന്തോഷം എല്ലാം അവസാനിച്ചു. എപ്പോഴത്തെ പോലെ ഇന്നും വസു അമ്മയുടെ നിന്ന് വഴക്ക് കേട്ടു. അബിയോ ഒന്നും പറഞ്ഞില്ലേ? അബി മാത്രമല്ല, അച്ഛനും ഒരുപാട് സംസാരിച്ചു. ഏട്ടന്റെ ഇളയമ്മ നിർത്തിയിട്ട് വേണ്ടേ, ഒന്നിന്റെ പുറകെ വേറൊന്ന് പറഞ്ഞ് അമ്മയെ എരിയേറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. പാവം വസുവിനി എന്നാണെന്തോ ഈ വീട്ടിലൊരു സ്വസ്ഥത കിട്ടുന്നത്. എന്താടി കൊറേ നേരമായിട്ട് നീ ഈ ആഭരണത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഡ്യൂപ്ലിക്കേറ്റ് പോലും ഒറിജിനലിനെ പോലെ പളപളാന്ന് തിളങ്ങാണ് ആന്റി. എന്നും പറഞ്ഞ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആഭരണങ്ങൾ എടുത്ത് സന്തോഷിക്കുന്നതാണോ? ഒറിജിനൽ ആഭരണങ്ങൾ വേണ്ട നിനക്ക്? അയ്യോ വേണോ ആന്റി? ആ എന്നാ പിന്നെ വേഗം ജോലി തീർത്തേക്കാം. അല്ല, അഖില് നല്ല ഉറക്കത്തിലല്ലേ? അവൻ കൂർക്കം വലിച്ചു ഉറങ്ങുന്നുണ്ട്. വസു അബിയും നല്ല ഉറക്കത്തിലായിരിക്കും. ആ റൂമിൽ നിന്ന് ഒരു ശബ്ദവും വരുന്നില്ല. നമ്മൾ ഒഴികെ ഇവിടെ എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞു. നോക്ക്, സ്വർണം മോഷ്ടിക്കാൻ ഇതാ നല്ല സമയം. ആ റൂമിൽ പോയിട്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം അവിടെ വെച്ചിട്ട് ഒറിജിനൽ എല്ലാം എടുത്തോണ്ട് വാ. ഞാനോ? പിന്നെ ഞാനാ? ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ മുൻപ് ചെയ്തിട്ടില്ല ആന്റി. അതെ അതെ, ദിവസവും എനിക്ക് ഇത് തന്നെയല്ലേ പണി. ഞാൻ ഒറ്റയ്ക്ക് പോയാ പിടിക്കപ്പെടുവോന്തോ. നമുക്ക് ഒരുമിച്ച് പോവാ ആന്റി. പിടിക്കപ്പെട്ട രണ്ടുപേരെ ഒരുമിച്ച് പിടിക്കട്ടെന്നല്ലേ? തലവിധി. എഴുന്നേറ്റ് വാ, എടുക്കടി വേഗം വേഗം, ഫാസ്റ്റ് ഫാസ്റ്റ്. രണ്ടുപേരും നല്ല ഉറക്കത്തിലാ. ആ ആഭരണം എവിടെയായിരിക്കും വച്ചിരിക്കുന്നേ? എവിടെ വെക്കാനാ? ബ്യൂറോയിലായിരിക്കും. ആന്റി, ഇവിടെ ബ്യൂറോ ഒന്നും ഇല്ലല്ലോ.
അതാ ആ റൂമിലുണ്ടാകും. ഓ, ഐ തിങ്ക് ലോക്ക് ചെയ്തിട്ടുണ്ടാവും ആന്റി. ആ പിന്നല്ലാതെ നമുക്ക് വേണ്ടിയാ തുറന്നു വെച്ചിരിക്കുന്നതാണോ പൊട്ടി? അയ്യോ, അപ്പോ താക്കോൽ എവിടെയായിരിക്കും? തലാനയുടെ അടിയിലുണ്ടാവും. ആന്റി, ആരുടെ തലേനേക്കടിയിലാ? നിന്നെ വസുവിന്റെ തലാനക്കടിയിൽ. ഞാൻ പോയി അബിയുടെ തലാനയുടെ അടിയിൽ നോക്കാം. ഇവിടെയൊന്നും കാണുന്നേയില്ല. എന്താ പറ്റിയത്? എന്റെ കൈ അടിയിൽ പെട്ടുപോയടി. അമ്മേ, ആരുടെ കണ്ണിൽ പെടാതെ ആഭരണം എല്ലാം അടിച്ചു മാറ്റി. ഫസ്റ്റ് ടൈം ആണെങ്കിലും മൂന്നാമതൊരാൾ അറിയാതെ എല്ലാം അടിച്ചു മാറ്റിയില്ലേ? ഇതിനാണ് മോളെ വീട്ടിലെ കള്ളനെ ഈശ്വരന് പോലും പിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. എന്നുവെച്ചാ നമ്മളെ ദൈവത്തിന് പോലും പിടിക്കാൻ പറ്റില്ല അല്ലേ? കാർത്തിക, ഇവളത് എവിടെ പോയി? കാർത്തിക,
തന്നെ സേടിന്റെ കടയിൽ പോയി ഈ ആഭരണം എല്ലാം വിറ്റേക്കാം. ആ എന്തിനാ വിൽക്കുന്നേ? ഞാനിത് ഇട്ടോളാം. എടി മരമണ്ടി, എങ്ങനെ ഇടൂടി ഇത്? ഈ വീട്ടിൽ തന്നെ മോഷ്ടിച്ച് ഈ വീട്ടിൽ തന്നെ ഇട്ടോണ്ട് നടക്കാൻ പോവാണോ? നോക്ക്, ഈ ആഭരണം വിറ്റ് പണമാക്കി മാറ്റാം. അത് തുല്യമായിട്ട് വീതിച്ചെടുക്കാം. നിന്റെ എന്റെയും ചെലവ് നടക്കും. ചെലവിന് വേണ്ടിയിട്ടൊന്നും അല്ല ആന്റി, വസുവേട്ടത്തിയെ കഷ്ടപ്പെടുത്തണം. അപ്പോഴേ ഞാൻ ഹാപ്പി ആകൂ. കാർത്തിക, ഈ സംശയം രാവിലെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറയായിരുന്നല്ലോ. ഈ സമയത്ത് നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? ഞങ്ങൾ എന്ത് ചെയ്യാനാ മോനെ? എനിക്ക് ഉറക്കം വരാത്തോണ്ട് ഞാൻ കാർത്തികയോട് കഥ പറഞ്ഞിരിക്കുക. ഈ നേരത്തെ എന്ത് കഥ പറച്ചില്ല? സമയം എത്രയെന്ന് അറിയും നിങ്ങൾക്ക്? ഒന്നിനും നേരം കാലം ഇല്ലല്ലേ? ചെല്ലടി, നീ അടുത്തില്ലെങ്കിൽ നിന്റെ ഭർത്താവിന് ഉറക്കം വരില്ലെന്നാ. ചെല്ല് ചെല്ല്. ഗുഡ് നൈറ്റ് ആന്റി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വാ അഖിൽ. അയ്യോ, നിനക്ക് രാത്രിയും പകലും തിരിച്ചറിയില്ലേ? കഥയും പറഞ്ഞോട് നിക്കാ അവള്. കിടന്ന് ഉറങ്ങടി. നമസ്കാരം സേട്ടെ. നമസ്കാരം സുമംഗല മാഡം, എന്തുണ്ട് വിശേഷം? നിങ്ങൾ നന്നായിരുന്നാ ഞങ്ങള് നല്ലതുപോലെയാ. പറഞ്ഞത് ശരിയാ, നിങ്ങൾ നന്നായിരുന്നാലേ ഞങ്ങളും നന്നായിരിക്കൂ. ഇരിക്കേ. ഇയാളെ ആന്റിക്ക് നന്നായിട്ട് അറിയാമോ? ഇടയ്ക്കിടയ്ക്ക് ഈ കടയിൽ വന്നാടി ഞാൻ സ്വർണങ്ങളൊക്കെ വാങ്ങുന്നത്. ആഭരണം വാങ്ങുവോ അതോ അടിച്ചു മാറ്റിയത് വിൽക്കുവോ? ഇപ്പൊ എന്ത് പറയണമെന്ന് അറിയില്ല. മിണ്ടായിരിക്കും. എന്താ വിശേഷിച്ചേ? സ്വർണം വാങ്ങുന്നുണ്ടോ? ആ, വാങ്ങാൻ വന്നതല്ല സേട്ടെ, സ്വർണം വിൽക്കാൻ വന്നതാ. സ്വർണം വിൽക്കേണ്ട ആവശ്യമൊക്കെ നിങ്ങൾക്കുണ്ടോ? എനിക്കല്ല സേട്ടെ, എന്റെ മോക്കാണ്. നോക്കിയേ, അർജന്റായിട്ട് പണം വേണം. അങ്ങനെയാണെങ്കിൽ പണയം വെച്ചിട്ട് പിന്നെ എടുത്താ പോരെ? അത് വേണ്ട സേട്ട്, ഞങ്ങൾക്ക് പൈസയാണ് വേണ്ടത്. എത്രയാ വേണ്ടത്? ഒരു 10 ലക്ഷം. അത്രയും സ്വർണം കയ്യിലുണ്ടോ? കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകാൻ സേട്ടെ. 7 പരമ്പരയായിട്ടുള്ള പാരമ്പര്യ സ്വർണ്ണ ഇത്. മായമില്ലാത്ത ശുദ്ധമായ തങ്ക ഇത്. ഇത് എത്ര കുറച്ച് വിറ്റാലും 25 ലക്ഷം രൂപയ്ക്കെങ്കിലും വിൽക്കാം. എന്തായാലും സ്വർണം കാണിക്കേ. എന്റെ ആന്റി വില കുറവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും 25 ലക്ഷത്തിനെങ്കിലും ഇത് വിൽക്കുമല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഒരു 20 ലക്ഷമെങ്കിലും തന്നൂടെ? അത്രയും റേറ്റ് ഒന്നും കിട്ടില്ല മോളെ. ഇതൊക്കെ പഴയ മോഡലല്ലേ. ഇത് ഉരുക്കി പുതിയ മോഡൽ ആഭരണങ്ങൾ ഉണ്ടാക്കണം. എന്നാ ഒരു 15 ലക്ഷം രൂപയെങ്കിലും എന്താ? ആദ്യം ഈ ആഭരണങ്ങളൊക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ, എന്നിട്ട് റേറ്റിനെ കുറിച്ച് സംസാരിക്കാം. ശരി ശരി, ചെക്ക് ചെയ്തോളൂ, ചെക്ക് ചെയ്തോളൂ. നന്നായിട്ട് ചെക്ക് ചെയ്തോളൂ. നിങ്ങൾ എത്ര ഉറച്ചാലും തങ്കം മാത്രമേ കിട്ടൂ. എന്ത് പറ്റി സേട്ടെ? എന്താ നിങ്ങൾ എന്നെ പറ്റിക്കാന്ന് കരുതിയോ? നിങ്ങൾ എന്തിനാ പറ്റിക്കുന്നേ? ഇത് സ്വർണ്ണാഭരണമല്ല, കവറിങ്ങാ.